ഹലോ. പ്രിയദർശിനി ബസ്സിൽ പോയിട്ട് വെറൈറ്റി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇന്നലെ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായി. ഇന്നലെ ഞാൻ ഗുരുവായൂർന്നാണ് കയറിയത്. ഗുരുവായൂരിന്ന് കയറുന്ന ടൈമിൽ കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. തിരക്ക് ഇൻ ദ സെൻസ് സീറ്റൊക്കെ ഫുള്ളാണ്, ഒന്ന് രണ്ട് പേര് നിൽക്കണു, ഈ ഒരു തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. പോകെ പോകെ തിരക്ക് കൂടി കൂടി സ്റ്റെപ്പുമ്മ വരെ ആൾക്കാർ നിന്നിട്ടാണ് നമ്മൾ ബസ് എടുത്തത്. അത് പോട്ടെ, ഈ വീണ്ടും സ്റ്റെപ്പുമ്മ നിന്നിട്ടും അടുത്ത സ്റ്റോപ്പിൽ അതേ സ്റ്റെപ്പിലേക്ക് വീണ്ടും ആൾക്കാർ വീണ്ടും കയറിക്കൊണ്ടിരിക്കുക. ആ ഡോർ മര്യാദയ്ക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. ഈവൻ അതിന്റെ ഉള്ളിലുള്ള കണ്ടക്ടർ കുറെ പറഞ്ഞിട്ട് പോലും അവരിറങ്ങാൻ സമ്മതിക്കണ്ടായിരുന്നില്ല. അവർക്കും അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഡോർ അടച്ചിട്ട് നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും എന്തായാലും ഒരു ഓട്ടോ സ്റ്റാൻഡ് അടുത്തുണ്ടായിരിക്കുമല്ലോ. ഓട്ടോ അവിടുത്തെ എല്ലാ ചേട്ടന്മാരും ഈ ബസ്സിന്റെ ഉള്ളത്തെ ആൾക്കാരെ ഒക്കെ ഇങ്ങനെ കമന്റ് അടിച്ച് കളിയാക്കി. എന്താ കളിയാക്കണമെന്ന് ചോദിക്കും. ചേട്ടാ രണ്ട് ഏണിയും കൂടി വെച്ച് കൊടുക്ക്, പെണ്ണുങ്ങൾ അതിലും കൂടി കയറിക്കോട്ടെ, ആ രീതിയിലുള്ള കമന്റ് അടി. അത് കഴിഞ്ഞതിന്റെ ഉള്ളിലത്തെ കണ്ടക്ടർ, ഇന്നലെ ആ കണ്ടക്ടറിന്റെ സ്വഭാവം കുറച്ചധികം എന്താ പറയാ നല്ല രീതിയിലല്ലായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം എന്താ വെച്ചാൽ അതിലൊരു ലേഡി അവരറിയാണ്ടൊന്ന് കുറച്ചു നേരത്തേക്ക് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞ് പെട്ടെന്ന് വെപ്രാളപ്പെട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോ ആ കണ്ടക്ടർ ഇങ്ങനെ പറയണ്ടായിരുന്നു, ഫ്രീ ആണല്ലോ, നിങ്ങക്ക് എന്ത് വേണമെങ്കിലും വല്ല ഉറങ്ങുക കെടുക്കുക എന്താന്ന് വെച്ച് ചെയ്തിട്ട് പതുക്കെ ഏച്ചു പോന്നാ മതിയല്ലോ എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെ. എനിക്ക് തോന്നുന്നു ഈ പ്രിയദർശിനി കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിന് എല്ലാവരുടെയും ഒരു അപ്രോച്ച് അല്ലെങ്കിൽ എല്ലാവരും എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് ഒറ്റ പ്രാവശ്യം അതിലെ ട്രാവൽ ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇന്നലെ എനിക്ക് അതാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ പ്രിയദർശിനിയില്?